ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഉണക്കക്കപ്പ കൊണ്ട് ചിപ്സ് ഉണ്ടാക്കാം കേട്ടോ. ഇത് കപ്പ ഉണക്കിയെടുത്തതാണ്, ഉണക്കിയെടുത്തതാണ്. അപ്പോൾ വാട്ടുകപ്പയെന്നും പറയും, ഉണക്കക്കപ്പയെന്നും പറയും ഇതിന്. അപ്പോൾ നമുക്കിതൊന്ന് ഒത്തിരി ഒടിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ ഒടിച്ചിടാം. ഒത്തിരി നീട്ടത്തിലാണ് അരിഞ്ഞിട്ടത്. അപ്പോൾ ഇതൊന്ന് വട്ടം ഒടിച്ചങ്ങനെ ഇട്ടേക്കാം. പച്ചക്കപ്പ മേടിച്ചിട്ട് നമ്മളൊന്ന് വാട്ടിയിട്ട് ഇതുപോലെ അരിഞ്ഞ് വെയിലത്തേക്ക് ഇട്ടതാണത്. അപ്പോൾ ഇത് നമുക്കിന്ന് ഒന്ന് എന്താ പറയുക, ഇതിന് വാട്ടുകപ്പ വറുത്ത് പോരാം. നമുക്കിതൊന്ന് ചെറുതാക്കി എടുക്കാം കേട്ടോ. അതിങ്ങനെ വട്ടം ഒടിച്ചാൽ മതി, വേഗം ഒടിയും. നല്ല ടേസ്റ്റിയാണിത്. നമുക്കൊന്ന് വറുത്ത് കൊടുക്കുക. 4 മണിക്കൊക്കെ ചായയൊക്കെ കുറയ്ക്കാൻ ബെസ്റ്റ് സാധനമാണ് ഇത് കേട്ടോ. ഇതൊന്ന് ഒടിച്ചിട്ട് കൊടുത്തിട്ട് ഇത്തിരി ഉപ്പ് വെള്ളം തിരുമ്മി വെക്കണം. ഇനി നമുക്ക് ഇത്തിരി ഉപ്പ് തിരുമ്മി വെക്കാം. നല്ലോണം ഇതൊന്ന് കുഴച്ചെടുക്കണം. എല്ലായിടത്തും ഉപ്പ് പിടിക്കണം. ഉപ്പ് പിടിച്ചാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ചും കൂടി ഉപ്പ് തളിച്ചു കൊടുക്കാൻ. ഉപ്പ് വെള്ളമാണ്, ഉപ്പ് വെള്ളം കലക്കി വെച്ചതാണത്. ഇത് നമുക്ക് തിരുമ്മി വെച്ച് കൊടുക്കാം. ഇതിവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. ഉപ്പൊക്കെ പിടിച്ച്. അപ്പം നമുക്കിനി എന്താ, ചട്ടി ഒന്ന് അടുപ്പത്ത് വയ്ക്കുക. ഇതിൽ കുറച്ച് എണ്ണ ഉണ്ട് കേട്ടോ. എണ്ണ മാറ്റിയിട്ടില്ല. ഞാൻ പഴംപൊരി ഉണ്ടാക്കിയ എണ്ണയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചാൽ മതി. ഞാൻ സാൻഡ്വിച്ചാണ് എടുത്തേക്കുന്നത്, ഓയിലാണ് കേട്ടോ. അതിലേക്ക് കുറച്ചും കൂടി ഒഴിച്ചെടുക്കുക. ഇപ്പം നമുക്ക് സ്റ്റവ് കത്തിച്ച് കൊടുക്കാം. സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. അപ്പോഴേക്ക് കപ്പയുടെ ഉപ്പും പിടിക്കും, എണ്ണയും ചൂടായിക്കോളും. ചൂടാകുന്ന നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഉപ്പൊക്കെ പിടിച്ചിരിക്കുവാണേ. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം കേട്ടോ. ചെറിയ തീയിലിട്ട് കൊടുക്കാം നമുക്ക്. ഇളക്കി കൊടുക്കാം. മുരിയട്ടെ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ആ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക. എന്നെ ഹെൽപ്പ് ചെയ്യുക കേട്ടോ. വളരെ ടേസ്റ്റിയായ ഒരു പലഹാരമാണിത്. 4 മണിക്ക് നമുക്ക് ചായക്കൊക്കെ കുറിക്കാൻ പറ്റിയ ഒരു പലഹാരം. കപ്പ, വാട്ടുകപ്പ, അതായത് ഉണക്കക്കപ്പ. ഇത് പച്ചക്കപ്പ മേടിച്ചിട്ട് തൊണ്ടൊക്കെ കളഞ്ഞ് ഇത്തിരി നീട്ടത്തിൽ വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി. ഇത് അരിഞ്ഞ് കനം കുറച്ച് എടുത്തിട്ട് വെയിലത്തേക്ക് ഇടുക. നല്ല വെയിലുണ്ടെങ്കിൽ വേഗം ഉണങ്ങി കിട്ടും. തിരി താത്തിയിട്ട് കൊടുക്കുകയാണ് സ്റ്റൗവ്. അടിപൊളി ടേസ്റ്റാണ്. മൂടാ കടിച്ച് തിന്നാനായിട്ട് നല്ല സാധനമാണ് കപ്പ.
ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വറുത്ത് കോരാൻ പറ്റും. ഒത്തിരി സമയമൊന്നും വേണ്ട നമുക്ക്. ഇപ്പോൾ ഇത് വേഗം കോരി എടുക്കാവുന്നതാണ്. ഇത് കോരി എടുക്കാം കേട്ടോ. അപ്പം അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്തിരി ഒന്ന് കൂട്ടി വയ്ക്കാം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മൂത്ത് വന്നിട്ടുണ്ട്, പോരാറായിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കോരിയെടുക്കാം. അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. ആയിക്കോട്ടെ കേട്ടോ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോഴേക്കും അപ്പം അടുത്തതും കൂടി കോരാറായിട്ടുണ്ട്. നമുക്ക് തിരി ഒന്ന് താത്തി വെച്ച് കൊടുക്കാം. ഇതും കൂടി കോരിയെടുക്കാം കേട്ടോ. നമുക്കിതിന് ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം മൂക്കാനായിട്ട്.
ഇനി നമുക്ക് ഈ കപ്പ ഇതിലേക്ക് തന്നെ പകർത്തിയിടാം കേട്ടോ. ഈ കറിവേപ്പില കോരിയിലേക്കിടാം. അപ്പോൾ ഇതുണ്ടാക്കി വറുത്ത് കോരി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടി ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇതിലേക്കൊരു സ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ശകല ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ യോജിപ്പിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോഴേക്കൊന്ന് വെയിറ്റ് ചെയ്യും. അപ്പം നമ്മുടെ കപ്പ ചിപ്സ് വാട്ടുകപ്പ ഉണ്ടാക്കിയത് വറുത്ത് കോരിയിട്ടുണ്ട്, റെഡി ആയിരിക്കുന്നുണ്ട്. നല്ല മൊരാന്ന് ഇട്ടുണ്ട് കേട്ടോ. മുളക് പൊടിയും കറിവേപ്പിലയൊക്കെ വറുത്ത് ഇതിനകത്ത് കോരിയിട്ടിട്ടുണ്ട്. അതിൻ്റേതായ ഒരു മണവും ഗുണവും ഒക്കെ ഉണ്ട്. എല്ലാവരും ഈ വാട്ടുകപ്പ വാങ്ങിച്ച് വറുത്ത് കോരി 4 മണിക്ക് എപ്പോഴാണ് വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് കുറിക്കാമല്ലോ നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ വാട്ടുകപ്പ വറുത്തതാണ്. അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും കാണാതെ ഇരിക്കരുത്. പിന്നെ കുറച്ച് സൗകര്യക്കുറവൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു തെറ്റുകുറ്റങ്ങളൊക്കെ എൻ്റെ വീഡിയോയിലുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പം എല്ലാവരും എന്നെ സഹകരിച്ച് എന്നെ പിടിച്ചുയർത്തണം. അതാണ് എനിക്ക് വേണ്ടത്. അപ്പം അടുത്ത വീഡിയോ വരേക്കും ബൈ.